ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തെരുവിൽ കൈനീട്ടി ജീവിക്കുന്നവർ പോലും ഇതിനേക്കാൾ അന്തസ് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടാവും. അമ്മേ വേണ്ടോ, അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. ഡാ നിർത്തടാ. ഞങ്ങൾക്കിടയിൽ കയറി സംസാരിക്കാനുള്ള വലിപ്പമൊന്നും നിനക്ക് ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾക്ക് ചിലപ്പോ പരസ്പരം കാണാതിരിക്കേണ്ടി വരും. അതിന്റെ പേരിൽ കരയേണ്ടി വന്നാലും എന്റെ മക്കള് പക്ഷെ മനസ്സുകൊണ്ട് ഒരുമിച്ചായിരിക്കണം. എന്റെ മോള് നിന്നിൽ അർപ്പിച്ച വിശ്വാസം അത് നീ എന്നും കാത്തു സൂക്ഷിക്കണം. നിത്യ എന്റെ താൻഡി, അതിനൊരിക്കലും ഒരു മാറ്റം ഉണ്ടാവില്ല. ശരി ആൻഡി. എന്തിനാ കരയുന്നേ? ഓ, ഒന്നാലോചിച്ച കഷ്ടമാ. ഒന്നിച്ച് ജീവിച്ച ഒരുത്തൻ പരിക്ക് പറ്റി ഈ വീടിന്റെ മുകളിലത്തെ നിലയിൽ കഴിയുമ്പോ ഒന്നടുത്തേക്ക് ചെല്ലാൻ പറ്റാത്ത അവസ്ഥ. ദയനീയമാണ്. എന്റെ മനസ്സിന്റെ അവസ്ഥ എന്താണെന്ന് അറിയോ നിനക്ക്? സന്തോഷം. വേർപിരിച്ചു നിർത്തുമ്പോഴുള്ള സന്തോഷം ഓർമ്മയുണ്ടോടി നിനക്ക്? നിന്റെ ദേഹത്തൊരു വിരൽ കൊണ്ട് തൊട്ടവനെ പോലും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. അപ്പൊ പിന്നെ നിന്നെ ചേർത്ത് പിടിച്ച കൈ ഞാൻ വെട്ടില്ലേ മോളെ? നിന്നോടൊപ്പം ഉറങ്ങിയതിന്റെ പക ഞാൻ തീർക്കില്ലേ? തീർക്കും, തീർക്കും. ശരീരം മൊത്തം കൊത്തിയെറിഞ്ഞാൽ എന്റെ പ്രതികാരം തീരില്ല. അവൻ നിന്നെ സൂക്ഷിച്ച മനസ്സ്, നിന്നെ പ്രണയിച്ച മനസ്സ്, അതും കൂടി ഇല്ലാതാക്കണം എനിക്ക്. ഇനി നീ കാണാൻ പോകുന്നത് അതാ. എന്താ മോളെ, എന്താ ഇവൻ പറയുന്നത്? നാണമില്ലടാ നിനക്ക്? ഇവളെ പോലെ ഒരു പെൺകുട്ടിയെ പേടിപ്പിക്കാൻ ഇമ്മാതിരി ഭീഷണിയൊക്കെ മതി. പക്ഷെ അതിന്റെ പേരിൽ നീ ഒരുപാടങ്ങ് അഹങ്കരിക്കരുത്. താൽക്കാലികമായി നീ എത്ര ജയിച്ചാലും ചുറ്റുമുള്ളവരുടെ മനസ്സിൽ നീ ഒരു വെറുക്കപ്പെട്ടവനാ. ആയിക്കോട്ടെ അമ്മേ, എനിക്കാരുടെ മുന്നിലും നല്ല സ്ഥാനം വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഈ അവസ്ഥയുണ്ടല്ലോ, ഒരു കാൽ ചുവടെടുത്ത് മുന്നോട്ട് വെക്കണമെങ്കിൽ പോലും ജീവനെ പേടിക്കണം എന്നുള്ള അവസ്ഥ. അത് മതിയമ്മ എനിക്ക് ആസ്വദിക്കാൻ. അല്ല, അത് നേരെ. കടലോളം സ്നേഹം വാരിക്കൂട്ടി വെച്ചിരിക്കുന്ന ഒരു അമ്മയുണ്ടാവുമ്പോ പെട്ടെന്നൊന്നും അവള് തകർന്നു പോവില്ല എന്ന് എനിക്കറിയാം. പക്ഷെ തളർത്തും ഞാൻ. ഒന്നനങ്ങാൻ പോലും പറ്റാത്ത വിധത്തിലാക്കി കളയും ഞാൻ. മകൻ പറഞ്ഞതൊക്കെ കേട്ട് കാണുമല്ലോ അല്ലേ?
അച്ഛന്റെ ധൈര്യമാണ് ഇപ്പൊ ഇവന്റെ കൂട്ട്. പക്ഷേ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം, എന്റെ മോളെ ഒരുപാടങ്ങ് ദ്രോഹിക്കാൻ പാടില്ലാന്ന്. ഇവളുടെ കണ്ണുനീര് കണ്ട ഞാൻ ചിലപ്പോ എന്തെങ്കിലും ഒന്ന് ചെയ്തു പോവും. അച്ഛനോടായാലും മോനോടായാലും അക്കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല. സുജാതെ, വേണ്ട. സത്യത്തിൽ നിങ്ങളിപ്പോ അങ്ങനെ വിളിക്കുന്നത് പോലും എനിക്ക് അറപ്പാണ്. കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു രഘു ഉണ്ടായിരുന്നു. അത് ഞാൻ എന്റെ മനസ്സിൽ കുഴിച്ചു മൂടി. ഇപ്പോഴത്തെ നിങ്ങളുണ്ടല്ലോ, ജയറിന്റെ സൗകര്യങ്ങളിൽ ഭ്രമിച്ച് അവന്റെ കസേര തേടിപ്പോയ രഘു, ഇതിലും നാണം കെട്ടൊരു പൊസിഷൻ ഉണ്ടോ? തെരുവിൽ കൈനീട്ടി ജീവിക്കുന്നവർ പോലും ഇതിനേക്കാൾ അന്തസ് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടാവും. അമ്മേ വേണ്ടട്ടോ, അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. ഡാ നിർത്തടാ. ഞങ്ങൾക്കിടയിൽ കയറി സംസാരിക്കാനുള്ള വലിപ്പമൊന്നും നിനക്ക് ഇതുവരെ വന്നിട്ടില്ല. എന്റെ മോളെ പേടിപ്പിക്കുന്നത് പോലെ കയ്യും ചുരുട്ടി എന്റെ അടുത്തേക്ക് നീ വരരുത്. ഈ സുജാതയെ നീ തോൽപ്പിക്കില്ല. എന്റെ അച്ഛനെ കൊണ്ടും അതിനാവില്ല. അച്ഛാ, എനിക്കിതൊന്നും കേട്ടോണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. അച്ഛൻ വരുന്നുണ്ടെങ്കിൽ വാ. രഘുവേട്ടാ, ചെന്ന് മകന്റെ ഉപദേശങ്ങൾ മുഴുവനും കേൾക്ക്. എന്നിട്ട് സ്വന്തം കുടുംബത്തിനെ തോൽപ്പിക്കാൻ തിരിച്ചു വാ. പോ. അമ്മേ, ഹരി എന്താ പറഞ്ഞത്? ഹരിക്കിപ്പോ എങ്ങനെയുണ്ട്? ഞാൻ ചെല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചോ? സങ്കടപ്പെട്ടോ? മോളെ, ഞാൻ കാര്യങ്ങളൊക്കെ ഹരിയോട് പറഞ്ഞിട്ടുണ്ട്. മോളെ പേടിക്കണ്ട. അവൻ തോറ്റിട്ടൊന്നുമില്ല. അവൻ ഇപ്പോഴും ഫൈറ്റ് ചെയ്യാനുള്ള തീരുമാനത്തോട് തന്നെയാ. വേണ്ടെന്ന് പറയുന്നില്ലേ അമ്മയ്ക്ക്? എല്ലാവരും കൂടി പേടിച്ച് ജീവിക്കുന്നതിനേക്കാൾ ചത്തുകളയുന്നതല്ലേ നല്ലത്? ഹരിയുടെ തീരുമാനങ്ങൾ നടക്കട്ടെ. ഇതൊക്കെ കുറച്ചു കാലത്തേക്ക്. ശാശ്വതമായിട്ട് സത്യമേ വിജയിക്കൂ, ദൈവമേ വിജയിക്കൂ. അച്ഛൻ ഇറങ്ങ.